സർവകലാശാല VC നിയമനത്തിൽ ചാൻസലർക്ക് തിരിച്ചടി എന്നാണ് വാർത്ത. മുന്നുത്തരവിൽ വ്യക്തത വരുത്തണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. സർക്കാർ നൽകുന്ന പട്ടിക പരിഗണിക്കണമെന്ന ഉത്തരവിലാണ് ചാൻസലർ വ്യക്തത ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിവരങ്ങൾ രതീഷ്, നേരത്തെ സാങ്കേതിക സർവകലാശാല VC-ആയി സിസ തോമസിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിൽ സർക്കാർ നൽകുന്ന പട്ടിക പരിഗണിക്കാത്തതായിരുന്നു കോടതി പ്രധാനപ്പെട്ട പോരായ്മയായി ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം കണ്ണൂർ VC ആയിരുന്ന ഗോപിനാഥ് രവീന്ദ്രന്റെ കാര്യത്തിലടക്കം സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നു. അതുകൊണ്ട് തന്നെ കോടതിയിൽ ചാൻസലർ എത്തി ആ ഉത്തരവിൽ ഒരു വ്യക്തത ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതിനൊക്കെ ചാൻസലറെ നയിച്ച കാരണം ഇപ്പോൾ അത് വാർത്തയായി വന്നിട്ടുണ്ട്. ഡിജിറ്റൽ സർവകലാശാല VC-ആയി ഇതേ സിസ തോമസിനെ തന്നെ നിയമിക്കുകയാണ്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ തന്നെ വരുമ്പോൾ ഇത് ഹൈക്കോടതി ഉത്തരവിൽ ഒരു വ്യക്തത വേണം എന്നതായിരുന്നു ചാൻസലർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആ വ്യക്തത നൽകാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയാണ് ചെയ്തത്. കാരണം സുപ്രീം കോടതിയും മറ്റു കോടതികളും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അത് തങ്ങളുടെ ഉത്തരവിൽ ഇപ്പോൾ പുതിയൊരു വ്യക്തത കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. അപ്പോഴത്തെ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് അന്ന് ഉത്തരവിറക്കിയത് എന്നതാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത്. ചാൻസലറുടെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയും ചെയ്തു. മിനിലാണ് വിവരങ്ങൾ നൽകിയത്.